നെയ്യാറ്റിൻകര ഗോപന്റെ മരണത്തിൽ രാസപരിശോധനാ ഫലം വേഗത്തിൽ ലഭിക്കാൻ പോലീസ് നടപടി. ഫലം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട കോടതിക്ക് പ്രയോറിറ്റി ലെറ്റർ നൽകിയിട്ടുണ്ട്. ഇത് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അധികൃതർക്ക് കൈമാറി നടപടികൾ വേഗത്തിലാക്കുമെന്ന് പോലീസ് അറിയിച്ചു. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ മരണത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രാസപരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഫലം വേഗത്തിൽ ലഭിക്കാൻ കോടതിക്ക് പോലീസ് പ്രയോറിറ്റി ലെറ്റർ നൽകിയിട്ടുണ്ട്. ഇത് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി അധികൃതർക്ക് കൈമാറി നടപടികൾ വേഗത്തിലാക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. രാസപരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഗോപന്റെ ശരീരത്തിൽ മുറിവുകളോ മറ്റ് അസ്വാഭാവികതകളോ ഇല്ല എന്ന വിവരം നേരത്തെ ലഭിച്ചിരുന്നു. രാസപരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. മരണത്തിലെ ദുരൂഹത നീങ്ങാൻ 3 പരിശോധനാ ഫലങ്ങളാണ് ലഭിക്കേണ്ടത്. ശ്വാസകോശത്തിൽ എന്തെങ്കിലും കടന്നിട്ടുണ്ടോ എന്നറിയാനുള്ള രാസപരിശോധനാ ഫലം, ഫോറൻസിക് സയൻസ് ലാബ് ടെസ്റ്റ് ഫലം, ആന്തരിക അവയവങ്ങൾക്ക് മുറിവോ മറ്റോ ഉണ്ടോ എന്നറിയാൻ ഹിസ്റ്റോപത്തോളജിക്കൽ ഫലം എന്നിവയാണ് ഇനി ലഭിക്കേണ്ടത്. ഫലം ലഭിച്ചാൽ വരും ദിവസങ്ങളിൽ പോലീസ് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തേക്കും. ജനുവരി 16-ാം തീയതിയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപന്റെ മൃതദേഹം പുറത്തെടുത്തത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.